നമസ്കാരം. ഇന്ന് നമ്മൾ ചാനലുകളിൽ കാണുന്ന ടോക്ക് ഷോകളും പ്രമുഖ അവതാരകരുടെ ഇൻ്റർവ്യൂകളും ക്രിയേറ്റഡ് ആണോ, അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ചപ്പടി വിടിയെ കാട്ടി കബളിപ്പിക്കലാണോ? ഇത്തരം ടോക്ക് ഷോകളിലെയും ഇൻ്റർവ്യൂകളിലെയും അണിയറ രഹസ്യങ്ങൾ എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ള ആ ഞെട്ടിക്കുന്ന രഹസ്യം 200ഓളം ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്ത കലാരംഗത്തെ സകലകലാ വല്ലഭനും മുടിചൂടാമന്നനുമായ ഒരു അത്ഭുത പ്രതിഭയോട് നമുക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം. അദ്ദേഹം മറ്റാരുമല്ല, ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ്. അങ്ങേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. നമസ്കാരം. മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്ത ഏക സെലിബ്രിറ്റി താരം അങ്ങാണ്. പ്രേക്ഷകരായി ഞങ്ങൾ പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങ് ഇൻ്റർവ്യൂ ചെയ്യുന്ന വേളയിൽ ചാനലുകാർ ചില കളിയാക്കൽ മ്യൂസിക് ഇടാറുണ്ട്. അങ്ങക്ക് മാത്രമല്ല, മറ്റു പലർക്കും ഈ അരോചകാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് എഡിറ്ററെ കൈക്കൂലി കൊടുത്തുകൊണ്ട് വേണ്ട വിധം സുഖിപ്പിക്കാനിട്ടാണ് എന്ന് പുറത്തു പറഞ്ഞു കേൾക്കുന്നു. ശരിയാണോ അത്? നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഈ ചാനൽ പ്രോഗ്രാംസ് പലതും നമുക്കത് കാണുമ്പോൾ എല്ലാം പറഞ്ഞുറപ്പിച്ച പോലെ തോന്നുന്നു. അല്ലെങ്കിൽ ചിലതൊക്കെ ഓരോരുത്തർ കൈക്കൂലി കൊടുത്തിട്ടൊക്കെ ഓരോന്ന് നമ്മുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാം ഉണ്ടാക്കുന്നതാണോ എന്നൊക്കെ തോന്നാറുണ്ട്. എനിക്കും പല പ്രോഗ്രാംസ് കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. എൻ്റെ പ്രോഗ്രാംസ് കണ്ട് പലരും അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചിരുന്നൊരു ചോദ്യം, ഈ നമ്മൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ എഡിറ്റർമാർ അതിൽ പരിപാടി കാണുമ്പോൾ ചില കളിയാക്കൽ മ്യൂസിക്കൊക്കെ ഇടാറുണ്ട്. അത് പലരും അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞു വെച്ചാൽ, നമ്മളിപ്പോൾ എഡിറ്റർക്ക് കൈക്കൂലി കൊടുക്കുക എന്നുള്ളൊരു സംഭവം. അപ്പോൾ എഡിറ്റർക്ക് കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ടാണോ അങ്ങനെ വരുന്നു എന്നുള്ളൊരു സംശയം പലരും ഉണ്ട്. പലരും ഈ വിഷയം എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്നോടിപ്പോൾ ഒരു എഡിറ്ററും കൈക്കൂലിയും ചോദിച്ചിട്ടൊന്നുമില്ല, ഞാനാരും കൊടുത്തിട്ടുമില്ല. ഇനി ചോദിച്ചാലും ഞാൻ കൊടുക്കാനും പോകുന്നില്ല. പക്ഷേ എഡിറ്റർമാർക്ക് നമ്മുടെ ചാനലിലെ ഒരു പരിപാടി യഥാർത്ഥത്തിൽ ഇതൊന്നും ചാനലായിട്ട് ബന്ധമല്ല. അതിലെ അവതാരകനും എഡിറ്റർക്കും കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ അവർ വളരെ ഹറാസ് ചെയ്ത് ചോദിക്കും എന്നാണ് പലരും പറയുന്നത്. എനിക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. എൻ്റെ അനുഭവം ഇതാണ്. നമ്മൾ പലപ്പോഴും, ഞാൻ ആർക്കും പൈസ കൊടുക്കാറില്ല, പക്ഷെ പലരും ഞാനത് സീരിയസ് ആയിട്ട് പറയുന്ന പല സമയത്തും എഡിറ്റിങ്ങിൽ ഈ മ്യൂസിക് ചേർക്കാറുണ്ട്. പിന്നെ എഡിറ്റർ പലപ്പോഴും വളരെ ധാർഷ്ട്യത്തോടെയാണ് നമ്മോട് സംസാരിക്കാറുള്ളത്. അപ്പോൾ ചില വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റും, വിദ്യാഭ്യാസം അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതേസമയം ഈ സംസ്കാരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാളോട് ഗസ്റ്റ് ഈസ് ഗോഡ്, നമ്മൾ വിളിക്കുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ദൈവത്തെ പോലെയാണ്. അതേസമയം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറച്ചായിട്ടാണ് ഞാൻ കാണുന്നത്. അധികം അച്ഛനും അമ്മയിൽ നിന്നും ഒരു നല്ലൊരു സംസ്കാരം കിട്ടിയതായിട്ട് കാണുന്നില്ല. ചിലർ എടോ പോടോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സംസ്കാരമാണ്. എനിക്കിതിലൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. എൻ്റെ ഇത് പരിപാടിയിൽ ഞാനെപ്പോഴും സാറേ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. മനസ്സിൽ വേറെ പലതുമാണ് വിളിക്കുന്നത്, സത്യം അതാണ്. പക്ഷെ ഞാൻ പരിപാടി കാണുന്ന ആളുകൾക്ക് വേണ്ടി മനസ്സിൽ വേറൊരു വേർഡ് വിളിച്ചിട്ടും പുറത്ത് സാറേ അല്ലെങ്കിൽ അവരുടെ പേരിനോടൊപ്പം ജി ചേർത്തിട്ടാണ് ഞാനെപ്പോഴും വിളിക്കാറുള്ളത്. കാരണം നമ്മളൊക്കെയാണ് ബാക്കിയുള്ളവർക്ക് മോഡൽസ് ആവേണ്ടത്. അപ്പം നമ്മുടെ സംസ്കാരം മറ്റൊരു ആ സാറേ എന്നുള്ള വിളിയൊന്നും അവർ അർഹിക്കുന്നില്ലെങ്കിലും ഒരു ഗതികേടിന് ഞാൻ അങ്ങനെ വിളിക്കാറുണ്ട്. ചാനലിലെ പ്രോഗ്രാമിൽ ഇപ്പോൾ എഡിറ്റർമാരായാലും അവതാരകരായാലും കൈക്കൂലിയുടെ പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ള പ്രശ്നത്തിൽ ഇപ്പോൾ ഞാൻ ഒരു ആംഗിൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല എങ്കിൽ
എൻ്റെ അഭിപ്രായത്തിൽ ഈ രീതിയിൽ ചെയ്ത ആളുകൾ, അതിൻ്റെ എഡിറ്ററായാലും അവതാരകനായാലും ഇതിനൊരു മറുപടി കിട്ടിയാൽ നന്നായിരുന്നു. മാത്രമല്ല, അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു, പിന്നെ എന്തിനു വിളിക്കുന്നു, താല്പര്യമില്ലാത്ത ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് കൂടി ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതല്ല, അങ്ങനെ ആരും ഇതിന് മറുപടി പറയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞാണ് ശരി. ഇവിടെ ചാനലിൽ കൈക്കൂലി കൊടുക്കുന്നവർക്ക് എല്ലാം നൽകുകയും അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും അത് കൈക്കൂലി കൊടുക്കാത്തവരെ ഹറാസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാണ് ശരി. അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന് മറുപടി പറയുമെന്ന് വിചാരിക്കുന്നു. കണ്ണൂർ ദേശാഭിമാനി യൂണിറ്റിലെ പത്രപ്രവർത്തകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ജോൺ ബ്രിട്ടാസ് ഇന്ന് കൈരളി ചാനൽ MD ആണ്. പൂർണ്ണമായി മസ്കറ്റ് ചിത്രീകരിച്ച ഒരു സിനിമയിലൂടെ അദ്ദേഹം സിനിമാ താരവുമായി. കുറെ വിവാദങ്ങളിലൂടെ കടന്നുപോയ ജോൺ ബ്രിട്ടാസ് ഒരു അവതാരകൻ എന്ന നിലയിൽ അങ്ങയെ ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി. എങ്ങനെ വിലയിരുത്തുന്നു അങ്ങ് ജോൺ ബ്രിട്ടാസിനെ പറ്റി? ജോൺ ബ്രിട്ടാസ് എന്ന അവതാരകനെ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ 2 പ്രോഗ്രാംസിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. രണ്ടും സിനിമ ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ മാറ്റങ്ങൾക്കും മാറ്റം, അതേപോലെ മലയാള സിനിമയിൽ ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ള ഇതിലുള്ള 2 പ്രോഗ്രാംസ് ആയിരുന്നു. ഈ 2 പ്രോഗ്രാംസിലും യഥാർത്ഥത്തിൽ എന്നെപ്പോലത്തെ ഒരാളെ വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം മലയാള സിനിമയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഞാൻ 1-2 സിനിമ ചെയ്ത ഒരു സന്തോഷ് പണ്ഡിറ്റിന് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും റേറ്റിംഗ് കിട്ടിക്കോട്ടെ, സന്തോഷ് പണ്ഡിറ്റ് ആകുമ്പോൾ ആരാധകർ കണ്ട് പരിപാടി ഹിറ്റാക്കും എന്നുള്ള ഒരൊറ്റ സിമ്പിൾ സൈക്കോളജി. അതിപ്പോൾ ഈ ജോൺ ബ്രിട്ടാസ് സാറിന് വേണമെന്നൊന്നുമില്ല. അതിപ്പോൾ ആര് അവതാരകനായാലും ആ പരിപാടിയൊക്കെ കാണും. അത് എൻ്റെ ആരാധകർ കണ്ട് പരിപാടി ഹിറ്റാക്കി കൊടുക്കുന്നതാണ്. അതിപ്പോൾ ലോക റെക്കോർഡാണ് 19 റേറ്റിംഗ്. അത് ഇതെന്നല്ല, ഞാൻ പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയും നന്നായിട്ട് റേറ്റിങ്ങിലുണ്ടാവും. അത് വേറെ വിഷയം. ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. ജനറലായിട്ട് ഒരു യഥാർത്ഥത്തിൽ ഇവിടെ 1500 തിയേറ്റർ ഉണ്ടാകുമ്പോൾ 500 തിയേറ്റർ 600 തിയേറ്ററായിട്ട് ഇപ്പോൾ കുറഞ്ഞു. അപ്പോൾ ശരിക്കും തിയേറ്റർ പൂട്ടിപ്പോയ ആളുകളോട് എന്താണ് മലയാള സിനിമയുടെ പ്രതിസന്ധി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്തരം ആളുകളല്ലേ വിളിക്കേണ്ടത്? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നെ വിളിച്ച് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നെ ഓക്കെ, പലരും വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നെയും വിളിക്കും. അങ്ങനെയാണ് ശരിക്കും അവർക്കൊക്കെയാണ് ശരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് മലയാള സിനിമയുടെ യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധി? ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഇവിടുത്തെ എത്ര ഡിസ്ട്രിബ്യൂട്ടർമാർ അവരെ ഓഫീസ് പൂട്ടിപ്പോയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ പൂട്ടിപ്പോയത്? അതേപോലെ 365 ദിവസം ഓടിയ സിനിമയുടെ സംവിധായകർ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർമാർ ഇപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർമാർ, 365 ദിവസം ഓടിയ സിനിമയുടെ പ്രൊഡ്യൂസർമാർ ഇപ്പോൾ സിനിമ ചെയ്യുന്നില്ല എങ്കിൽ ആ പ്രൊഡ്യൂസർമാരെയാണ് വിളിക്കേണ്ടത്. അവരോടാണ് ചോദിക്കേണ്ടത്, സാർ എന്താണ് നിങ്ങൾ സിനിമ ചെയ്യാത്തത്? അതൊക്കെയാണ്. അപ്പോൾ അവർ ശരിക്കുള്ള പ്രതിസന്ധി പറയും. അല്ലാതെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ സന്തോഷ് പണ്ഡിറ്റ് കോട്ടിടുന്നു, ഞാൻ കോട്ടിടുന്നല്ലോ മലയാള സിനിമ പ്രതിസന്ധിക്കുകയാണ്. അപ്പോൾ വെറുതെ ചുമ്മാ എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയും ഇത് ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് ഷോയുടെ വേറെ രൂപമായി മാറി. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു അവതാരകൻ എന്ന രീതിയിൽ ആ വിഷയത്തിൽ വിവരം ഉണ്ടാവുകയും അത് സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യണം എന്നായിരുന്നു അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചാലും ഇല്ലെങ്കിലും ഇതുപോലുള്ള ആളുകളെയായിരുന്നു ശരിക്കും പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് വിളിക്കേണ്ടത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ പെർട്ടിക്കുലർ വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ ആത്മാർത്ഥയോ വലിയ വിവരവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ള വിഷയങ്ങളിൽ വിവരം ഉണ്ടാവാം. അപ്പോൾ ജനറലായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്താൻ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ എന്തിനേയും നമ്മൾ വിലയിരുത്തേണ്ടത് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ ആണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ, ഞാൻ ഇതുവരെ നേരിട്ടതിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ അവതാരകനായി തോന്നിയത് ശ്രീകണ്ഠൻ നായർ സാറാണ്. അദ്ദേഹം മുമ്പ് നമ്മൾ തമ്മിൽ നല്ല പരിപാടി ചെയ്തപ്പോൾ കുറേ കൂടെ എത്രയോ ബെറ്റർ ആയിട്ടാണ് എനിക്ക് വന്നത്. ഇതിൻ്റെ ഒരു 100 ഇരട്ടി ഭംഗിയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ശ്രീകണ്ഠൻ നായർ ഒരു 100 ആണെങ്കിൽ ഇദ്ദേഹം ഒരു 5 ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 100ൽ ഒരു 5 മാർക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ആ 2 ഷോയും എൻ്റെ പേരിൽ ഒരു ഹിറ്റായതാണ്, ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഹിറ്റായിരുന്നു. അപ്പോൾ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് ചെയ്ത പല പ്രോഗ്രാംസ് തീരെ റേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ എന്നെ പങ്കെടുപ്പിച്ച ഷോയിലും ആരൊക്കെയോ വിളിച്ചിരുന്നു. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഉണ്ടെന്നാണ്. ഇപ്പോൾ പേടിച്ച് കുറച്ച് പലരും പോയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്കറിയില്ല. അപ്പോൾ വെറും റേറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ആ പ്രോഗ്രാം ചെയ്തത്. പിന്നെ അന്ന് തന്നെ എങ്ങനെയാണ് 100 ദിവസം ഓടേണ്ട സിനിമ ഉണ്ടാക്കാമെന്നൊക്കെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരുന്നു. പിന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി, അദ്ദേഹം നായകനെ അഭിനയിച്ചൊരു സിനിമയുണ്ട്, ഒരു വെള്ളി വെളിച്ചത്തിൽ പറഞ്ഞിട്ട്. ആ സിനിമ വൻ പരാജയമായിരുന്നു. ഒരു സിനിമ പരാജയപ്പെട്ടതിൽ എനിക്ക് സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്നെ സിനിമ പഠിപ്പിച്ചൊരു മഹാനായ മനുഷ്യൻ്റെ സിനിമ പരാജയപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിന് അഭിനയത്തിൻ്റെ ഭാരപാഠം അറിയുമായിരുന്നെങ്കിൽ ആ സിനിമ വിജയിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ലെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. എന്തും ആവട്ടെ, അദ്ദേഹത്തിന് അഭിനയമൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റിലൂടെ വേറെ ഒരുത്തനെ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും സന്തോഷ് പണ്ഡിറ്റിൻ്റെ വില, അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമ പൊട്ടി നാറിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പരിപാടിക്ക് വിളിച്ചാൽ ഇനി അദ്ദേഹത്തെ വിമർശിക്കാൻ എനിക്ക് ഫസ്റ്റ് ചോദിക്കാം, ഇത്രയുമൊക്കെ വിവരമുള്ള മഹാനായ മനുഷ്യൻ്റെ സിനിമ എന്തുകൊണ്ട് പൊട്ടി നാറി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. ഇനിയുള്ള പ്രോഗ്രാമിന് ഞാൻ ചെല്ലും. ബേസിക്കലി അദ്ദേഹത്തിന് 100ൽ 5 മാർക്കാണ് ഒരു അവതാരക എന്ന രീതിയിൽ ഞാൻ നൽകുകയുള്ളൂ. പ്രമുഖ ദൃശ്യമാധ്യമ ജേർണലിസ്റ്റായ ഷാനിയുടെ നിയന്ത്രണ രേഖ എന്ന പ്രോഗ്രാമിലും അങ്ങ് പങ്കെടുക്കുകയുണ്ടായി. അങ്ങയെ ഒരു പരിധി വിട്ട് അപകീർത്തിപ്പെടുത്തിയ
ആ പരിപാടിയെ ഇപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മനോരമ ന്യൂസിൽ വന്ന ഒരു പരിപാടിയാണ് നിയന്ത്രണ രേഖ എന്നുള്ളത്. അതിലെ അവതാരികയായി വന്ന പെൺകുട്ടിക്ക് എന്നോടെന്തോ വലിയൊരു ദേഷ്യമുള്ള പോലെയോ അവരുടെ സ്വത്തൊക്കെ ഞാൻ പിടിച്ചടക്കിയുള്ള ഒരു ദേഷ്യമൊക്കെയാണ് എന്നോട് കാണിച്ചത്. താങ്കൾ എങ്ങനെയാണ് 5 ലക്ഷത്തിന് സിനിമ ചെയ്യുക, എങ്ങനെയാണ് ക്യാമറ ഒഴിച്ച് എല്ലാം ചെയ്യുക, എങ്ങനെയാണ് ജനങ്ങൾ കണ്ടത് സൂപ്പർ ഹിറ്റാക്കാന്ന് ചോദിച്ചാൽ ആ കുട്ടി ഒരുപാട് വേദനിക്കുന്നു, വിഷമിക്കുന്നതായിട്ട് കാണും. എനിവേ എനിക്കറിയില്ല, ഇപ്പം അവിടെയും എന്നോട് കൈക്കൂലി ചോദിച്ചിട്ടോ ഞാൻ കൊടുത്തിട്ടുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് അതിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ ഒരു ഹറാസ്മെൻറ്റ് പരിപാടിയായിരുന്നു. അവരെ ഒരു ചാനൽ റേറ്റിങ്ങിന് വേണ്ടി മാത്രം എന്നെ വിളിക്കുകയും എന്നിട്ട് ചെയ്യണം. പക്ഷേ അവരൊരു സൈക്കോളജിസ്റ്റിനൊക്കെ വെച്ചിരുന്നു. എനിക്ക് ശരിക്കും ഒരു കോടതിയിൽ ഞാനത് കേസ് കൊടുത്തിരുന്നു എങ്കിൽ അവർ വല്ലാതെ ബുദ്ധിമുട്ടുമായിരുന്നു. പക്ഷേ ഞാനൊരു ചാനലിനോടുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യാതിരുന്നതാണ്. പല ആളുകൾക്കെതിരെ എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാമായിരുന്നു. പക്ഷേ അതിൽ സംവിധായകൻ ബാബുരാജ്, അദ്ദേഹം സംവിധായകനും നടനുമാണ്. അദ്ദേഹം എങ്ങനെയാണ് 100 സ്വർണ്ണ സിനിമ ഉണ്ടാക്കാന്നൊക്കെ എന്നെ പഠിപ്പിക്കേണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഒരു സിമ്പിളായിട്ട് ഇത്രേ ചോദിച്ചുള്ളൂ. അദ്ദേഹം 2 സിനിമ ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഡാലിയ, മനുഷ്യമൃഗം. ഈ 2 സിനിമയും പൊട്ടിയെന്ന് അറിയാതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയൊക്കെ വിവരമുണ്ടെങ്കിൽ സ്വന്തം സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തല താഴ്ത്തുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ഈ പ്രോഗ്രാം കൊണ്ട് യഥാർത്ഥത്തിൽ കിട്ടിയൊരു ഗുണം, ആളുകൾക്കിടയിൽ മലയാള സിനിമയിൽ ഒരു ആൺകുട്ടി എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റി. നമ്മൾ തമ്മിൽ പരിപാടി നിയന്ത്രണ രേഖ പരിപാടി കൊണ്ട് എനിക്ക് കിട്ടിയ നല്ല ചങ്കൂറ്റും ചങ്കുറപ്പുള്ള ഒരു ആൺകുട്ടി മലയാള സിനിമയിൽ ഉണ്ടായി എന്ന് പറയാൻ സാധിച്ചു. എനിക്കൊരു ആരാധകരുടെ എണ്ണം കൂടിയെന്നല്ലാതെ പക്ക വേസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ് ഈ നമ്മൾ തമ്മിലും ഞാൻ പങ്കെടുത്ത നിയന്ത്രണ രേഖ. എനിക്ക് തന്നെ ഞാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പരിപാടി കണ്ടിരുന്നത്. ഭയങ്കര ബോറായിരുന്നു ശരി. പക്ഷേ ഒരു വ്യക്തി എന്ന രീതിയിലും ഒരു സിനിമാക്കാരൻ എന്ന രീതിയിലും എനിക്ക് ഭയങ്കര മൈലേജ് ഉണ്ടാക്കിയ പരിപാടിയാണ്. ഇപ്പോഴും ഇന്റർനെറ്റിലെ സൂപ്പർ ഹിറ്റുമാണ്. ചാനലുകൾ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഇക്കാലത്ത് അവർ തമ്മിലുള്ള അസുഖകരമായ കുത്തക കിടമത്സരത്തിനിടെ പല ചാനലുകളും റേറ്റിങ്ങിനായി അങ്ങേയറ്റം തരം താഴുന്നു. പല മാന്യന്മാരെയും വ്യക്തിഹത്യ ചെയ്ത് ആഘോഷിക്കുന്നു. ഇപ്രകാരം തരം താഴുന്ന ചാനൽ ദുഷ്പ്രഭുത്വത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വെറും റേറ്റിംഗ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചാനലുകാരുടെ പൊതു സ്വഭാവം എന്നെനിക്ക് തോന്നുന്നു. എല്ലാവരും ഒന്നും പറയുന്നില്ല, പല ചാനലുകാരും. അത് ശരിക്കും ചാനലുകാരുടെ പ്രശ്നമല്ല, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും അവർക്ക് അവരുടെ സമ്മർദ്ദം കൊണ്ടാവാം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, സമൂഹത്തിന് ഗുണമുള്ള ഒരു സബ്ജക്റ്റും വരുന്നില്ല. സമൂഹം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂസ് ഇല്ല, അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒന്നുമില്ല. ഇവിടെ പലപ്പോഴും നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളവരും ക്രിമിനൽസും ഇത്തരമുള്ള ആളുകളെ മാത്രം കൊണ്ട് നടന്ന് അവർക്ക് മാക്സിമം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ പറയുന്നൊരു കാരണം, ഞങ്ങൾക്ക് റേറ്റിംഗ് വേണം, കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെയാണ് വേണ്ടത്. എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് ഒന്നേ പറയാനുണ്ട്, നിങ്ങൾക്ക് ഇതാണോ വേണ്ടത്? നിങ്ങൾക്ക് കുറച്ച് നിലവാരമുള്ള വല്ല പരിപാടികളല്ലേ വേണ്ടത്. അപ്പോൾ നിങ്ങൾ നിലവാരമില്ലാത്ത പരിപാടികളാണ് ഇവിടെയുള്ള ചാനലുകാർ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ചാനലിൻ്റെ നമ്പർ ഒപ്പിക്കാം, ജസ്റ്റ് കോൾ, ചേട്ടാ ദയവീത് ഒന്നുകിൽ നിങ്ങൾ പരിപാടി ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളത് ചെയ്യും. പിന്നെ എൻ്റെ സിനിമയൊക്കെ വിമർശിക്കാൻ ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ്? ഞാൻ ചോദിക്കട്ടെ, ഇവരുടെയൊക്കെ സീരിയലിനൊക്കെ എന്ത് സ്റ്റാൻഡേർഡല്ല? ആ സീരിയലിനേക്കാൾ ബെറ്റർ അല്ലേ എൻ്റെ സിനിമ? മാത്രമല്ല ഇപ്പം അറിയുന്ന ആളുകൾ ഇപ്പോൾ പരാജയപ്പെടുന്ന സിനിമകൾക്ക് പോലും ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം എന്നൊക്കെ കൊടുക്കും. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ നോക്കിയാൽ 2 ദിവസം പോലും ഒരു സിനിമകൾ ഇവിടെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമാവുന്നത് എങ്ങനെയാണ്? കൈക്കൂലി കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയില്ല, കാരണം എൻ്റെ അടുത്ത് തെളിവില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, 2 ദിവസം ഓടിയ സിനിമയെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം എന്ന് എഴുതി കാണിക്കുന്നത് ദേ ലോജിക്ക് എന്താണ്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരാളെ കുറ്റം പറയുമ്പോൾ അത് സ്വയം നന്നാവണം. സോ ചാനൽ ഇനിയെങ്കിലും ചെയ്യേണ്ടത് നല്ലതിനെ പ്രൊമോട്ട് ചെയ്യുക, ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊരു വൃത്തിക്ക് ചെയ്യുക, ഇതൊക്കെയാണ് വേണ്ടത്. നന്നായി ചെയ്താലും കേരളത്തിൽ ഞങ്ങൾക്ക് ചീത്തയും തെറിയും എപ്പോഴും ഒന്നുകിൽ എന്നോട് ചില ചാനലുകാർ കൊണ്ട് നിങ്ങളൊന്ന് കരയണം, കരഞ്ഞാൽ ഓക്കെയാണ്, എന്നാൽ ഞങ്ങൾ ഈ ഹറാസ്മെൻറ്റ് ഒഴിവാക്കി തരാം. ഞാൻ കരയാറില്ല, അപ്പോൾ അതിൻ്റെ ദേഷ്യമാണ്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഒന്നുകിൽ നമ്മളൊരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ കരയണം. എനിക്ക് വിഷമം തോന്നുന്നു, ഒരു യുവനടൻ മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹവുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ അബദ്ധത്തിൽ പറഞ്ഞൊരു വാക്കും ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും അവരിറങ്ങി. അതുപോലെ ജസ്റ്റ് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി, അവളെ ഭർത്താവിൻ്റെ ഇവനെയൊക്കെയാണോ നീ കല്യാണം കഴിക്കുന്നത് ചോദിച്ചാൽ ആ പെൺകുട്ടിയെ മാക്സിമം ആ ഭർത്താവിൻ്റെ ഭാര്യ, അവരിപ്പോൾ ജസ്റ്റ് കല്യാണം കഴിച്ചാൽ അവളോട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് ഓപ്പണായിട്ട് ഇത്തിരി ആളുകൾ കാണുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും അപ്പോൾ ആ പെൺകുട്ടി കരയും, ആ കരച്ചിൽ വിറ്റ് കാശാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണോ ചാനൽ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് ഒരു പുതിയ എനർജി കൊടുക്കുകയല്ലേ വേണ്ടത്? ചിന്തിച്ചു. അങ്ങ് പങ്കെടുത്ത ഏറ്റവും നല്ല രസകരമായ പ്രോഗ്രാം മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലാണ്. ബന്ദ് എന്ന സാമൂഹ്യ പ്രശ്നത്തിൽ ഊന്നിയുള്ള ആ സ്കിറ്റിനെ കുറിച്ച് ഇപ്പോഴെന്ത് തോന്നുന്നു?
ഞാൻ പങ്കെടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് ഞാൻ പറയുന്നത് മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലാണ്. ഇതൊരു തരം മധുരമായ പ്രതികാരമാണ്. കാരണം നിയന്ത്രണ രേഖയിൽ എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും എന്ന അതേ ചാനലിനെ ഓണത്തിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ സന്തോഷ് പണ്ഡിറ്റ് തന്നെ കൊണ്ടുവന്ന് റേറ്റിംഗ് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ നല്ലൊരു സ്കിറ്റ് അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ആ സ്കിറ്റ് നമ്മുടെ ഞാനെപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻ്റെ സിനിമയായാലും എൻ്റെ സ്കിറ്റായാലും എന്തെങ്കിലും ഒരു മെസ്സേജ് വെച്ചുകൊണ്ടാണ് ഞാനതെല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ ബന്ധിനെതിരെയുള്ള ഒരു നല്ലൊരു സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞ ദിവസം ഇങ്ങനെ ആഴ്ചയ്ക്ക് ഓരോരോ ദിവസങ്ങളിൽ ബന്ധു വയ്ക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തിങ്കളാഴ്ച, എല്ലാ തിങ്കളാഴ്ച ഒരു ബന്ധു, ഇങ്ങനെയൊക്കെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചൊക്കെ 6 മാസത്തിന് ശേഷം, 1 വർഷത്തിന് ശേഷം, എപ്പോഴും 2 കൊല്ലത്തിന് ശേഷം പോലും ആളുകൾ അത് ഓർക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു അതിലുണ്ടായത്. അതിൻ്റെ ഉർവശി പക്രു എന്ന് പറഞ്ഞ 2 പേരെയാണ് ഞാനിതിൽ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പരിചയപ്പെട്ട് താരതമ്യേന നല്ല പ്രതികരണമായിരുന്നു അവരെ ഇന്ന് കിട്ടിയത്. പിന്നെ പക്രുവായിട്ട് ഞാൻ പിന്നെ ചിരിക്കും പട്ടണം എന്ന് പറഞ്ഞ പരിപാടി ചെയ്തു. ഒരു നൈസ് പേഴ്സണാണ് അദ്ദേഹം. എനിക്ക് അങ്ങനെ ഹറാസ്മെൻറ്റ് ചെയ്യുന്ന വേറെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അദ്ദേഹം ഒരു മനുഷ്യപ്പറ്റ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഞാൻ കാണുകയുണ്ടായി. മലയാളി ഹൗസിൽ 16ഓളം മത്സരാർത്ഥികളുണ്ടായിരുന്നു. മറ്റെല്ലാവരും തന്നെ അങ്ങേയറ്റം തരം താഴ്ന്ന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയുണ്ടായപ്പോൾ ഇവരിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായി അങ്ങേക്കും മാത്രം നല്ല ഇമേജ് കിട്ടി. ഈ മലയാളി ഹൗസിന് പിന്നിലത്തെ യാഥാർത്ഥ്യം എന്താണ്? മലയാളി ഹൗസ് പരിപാടി തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇമേജ് ഉണ്ടാക്കി തന്ന പരിപാടിയാണ്. സൂര്യ ടിവിയുടെ ഈ വിഷയത്തിൽ എനിക്ക് വളരെ നന്ദിയുണ്ടെന്ന് പറയാം. അത് ഞാൻ അവിടെ 85 ദിവസത്തോളം ഉണ്ടായിരുന്നു. പരിപാടിയുടെ എല്ലാവരും എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും മലയാളി ഹൗസിൽ സന്തോഷമായി പങ്കെടുത്ത് നന്നായി, നല്ല പരിപാടിയാന്ന് പറയും. പക്ഷേ ചില കണ്ടസ്റ്റൻസിൻ്റെ പരിപാടിയുടെ നേച്ചർ നല്ലതാണ്. കാരണം ഒരു എന്താ പറയുക, എല്ലാ പങ്കെടുത്ത ഓരോ ആളുകളുടെയും സംസ്കാരം ജനങ്ങൾക്ക് പച്ചയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ചില ആളുകൾക്ക് തീരെ സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്ത ചില കാട്ടിക്കൂട്ടലുകൾ 24 മണിക്കൂറും കെട്ടിപ്പിടുത്ത് ഉമ്മ വയ്ക്കലും തെറിവിളിയും ഇംഗ്ലീഷ് ഹിന്ദി തെറിവിളി ഇതൊക്കെ ആയിട്ട് ആ പരിപാടിയുടെ ഒരു മാറ്റ് കുറച്ചു എന്നുള്ള സത്യമാണ്. പലർക്കും ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ സംസ്കാരത്തിനേറ്റ ഒരു മുറിവായി മാറി, അതൊരു സത്യം. പക്ഷെ അതിനൊരിക്കലും ചാനലിനോ മറ്റുള്ളവർക്കോ ഒരു പങ്കുമില്ല. പിന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ മലയാളി ഹൗസ് ഒക്കെ നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണോ, ഒക്കെ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. മലയാളി ഹൗസ് വളരെ എന്താണോ ഈ 16 പേര് അതിനുള്ളിൽ കാട്ടിക്കൂട്ടിയത് അതിൽ ഏറ്റവും കാണിക്കാവുന്ന മാക്സിമം നല്ലതാണ് കാണിച്ചത്. പിന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അതിലെ മോശം കാണിച്ചു, നല്ലത് കാണിച്ചു. അങ്ങനെ പറയുമ്പോൾ തന്നെ അതിൽ മോശമായ പലതും ഉണ്ടായി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ 24 മണിക്കൂറിൽ എന്ത് കാണിച്ചാലും എനിക്ക് കറക്റ്റാണ്. കാരണം ഞാൻ മോശമായിട്ടൊന്നും ചെയ്യാറില്ല. അപ്പോൾ മറ്റേ സൈഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നല്ലതൊന്നും നടക്കാറില്ല. 95% ചീത്ത, 5% നല്ലതാണ് നടക്കുന്നത്. അപ്പോൾ അതാ 5% നന്മ അവർ കാണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ 24 മണിക്കൂറും ചീത്തയും തരും. സത്യം പറഞ്ഞാൽ LKG കുട്ടികളെക്കാൾ കഷ്ടമാണ്. എന്തെങ്കിലും നിസ്സാര കാര്യത്തിൽ ടീച്ചർ, ഇപ്പോൾ LKG കുട്ടിയുണ്ട്, ടീച്ചറെ എന്നെ നോക്കി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ തല്ലും കച്ചറിയും കൂടുന്നതാണ്. വളരെ നിസ്സാരമായ കാര്യത്തിനൊക്കെ വെറുതെ കൊണ്ടുപോയിട്ട് അടിയും പിടിയൊക്കെയാണ് നടത്തുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഞങ്ങളെയൊക്കെ മോൻ കാണുള്ളൂ. എന്താ ഇതൊക്കെയാണ് ഇവരുടെ സംസ്കാരം. എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല, കുറച്ച് നല്ല ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു. ഒബ്വിയസ്ലി എനിക്ക് ഭയങ്കര ഇമേജ് ആയിരുന്നു ആ പരിപാടിക്ക് ശേഷം കിട്ടിയത്. അങ്ങയുടെ തീർത്തും വ്യത്യസ്തമായ ഒരു ഹാസ്യ പ്രോഗ്രാമായിരുന്നു സൂര്യയിൽ വന്ന ഗുലുമാൽ. അത് ഞങ്ങൾ നന്നായി ആസ്വദിക്കുകയും ചെയ്തു. ഇപ്പോഴും അത് നെറ്റിൽ സൂപ്പർ ഹിറ്റ് തന്നെയാണ്. ഈ പ്രോഗ്രാം താങ്കളും അണിയറ പ്രവർത്തകരും തമ്മിൽ പറഞ്ഞൊത്ത് ചെയ്തതാണോ? സൂര്യയുടെ പല പ്രോഗ്രാംസും ഞാനാണ് ഇനോഗ്രേഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഗുലുമാൽ എന്നുള്ള പരിപാടി, കോട്ടീശ്വരൻ എന്ന് പറഞ്ഞ പരിപാടി, അതുപോലെ തന്നെ ഗുലുമാൽ, മലയാളി ഹൗസ്, കോട്ടീശ്വരൻ, ഇപ്പോൾ ഇതാണ് ഞമ്മ പറഞ്ഞ നടൻ, ഇങ്ങനെ പല പ്രോഗ്രാംസും ഓപ്പണിങ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗുലുമാൽ എന്ന പരിപാടിയെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നത് അത് നിങ്ങൾ ക്രിയേറ്റഡ് ആണോ, പ്ലാനിങ് ആണോ? ഈ ചോദ്യത്തിന് മാത്രം എന്നെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് ഞാൻ പറയും. കാരണം അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പരിപാടിയിലുള്ള ഒരു രസം നഷ്ടപ്പെടും. എനിവേ ഞാനത് എൻജോയ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറയും. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ക്രിയേറ്റഡ് ആണെന്നുള്ള ഉത്തരം ഞാൻ പറയില്ല, അത് നിങ്ങൾ ഊഹിച്ചെടുക്കും. ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇനി ഒരു പ്രോഗ്രാംസ് കണ്ടില്ലെങ്കിൽ അത് അവരുടെ മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ചില ചാനലുകൾ അങ്ങേ വ്യക്തിഹത്യ ചെയ്ത് അപമാനിക്കുന്നതിലാണ് റേറ്റിംഗ് കണ്ടെത്തുന്നത്. എന്നാൽ മറ്റു ചില ചാനലുകൾ അങ്ങേ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങേ നന്നായി സപ്പോർട്ട് ചെയ്ത ചാനലുകളെ കുറിച്ച് 2 വാക്ക് പറയാമോ? ഒപ്പം തന്നെ അങ്ങേ തല്ലുകയും അതുപോലെ തലോടുകയും ചെയ്യുന്ന മിമിക്രിക്കാരെ പറ്റിയും എന്താണ് പറയുവാനുള്ളത്? എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത ചാനലിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഇന്ത്യ വിഷൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു, റിപ്പോർട്ടർ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്,
ഒബ്വിയസ്ലി ജയ് ഹിന്ദു ഒക്കെയാണ്. അതേപോലെ തന്നെ സൂര്യ ടി വിയിലെ പല പരിപാടി ഞാൻ പറഞ്ഞു, അവർ ഭൂരിഭാഗം പല പ്രോഗ്രാംസും ഞാനാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് ചെറിയൊരു ഇടയ്ക്കൊക്കെ ഓരോ ചെറിയ കളിയാക്കലൊക്കെ ഉണ്ടെങ്കിലും ബേസിക്കലി അവർ ഒരു ദേഷ്യമൊന്നും വെച്ച് പുറത്തായിട്ട് കാണാറുണ്ട്. അതിൻ്റെ മഴ ദിവസം എനിക്ക് ഭയങ്കര ബ്രേക്കാണ് ഉണ്ടാക്കി തന്നത്, അതും പറയാൻ പറ്റും. അതേപോലെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കൈരളി ചാനലിലെ പല പരിപാടികളും ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ മഴവിൽ മനോരമയിൽ ഇപ്പോൾ മനോരമ ചാനലിലെ ഒരു നിയന്ത്രണ രേഖയെ മാറ്റി നിർത്തുകയാണെങ്കിൽ മനോരമ ചാനലിലെ ഭൂരിഭാഗം പരിപാടികൾ എനിക്ക് വളരെ ഗുണപരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവരുടെ സകലകലയൊക്കെ എൻ്റെ ഫിലിം റിലീസ് സമയത്തൊക്കെ വളരെ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ വിഷനിലെ മനീഷ് ഹാർ ഒക്കെ വളരെ എന്നോട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ സരിഗമ എന്നുള്ള പരിപാടി നന്നായിരുന്നു. അത് ബാക്കി ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് നമ്മൾ തമ്മിലൊക്കെ ഒരു പക്ക വേസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ നമുക്ക് റേറ്റിംഗ് കിട്ടി എന്നുള്ളതല്ലാണ്ട് വേറെ വലിയ ഗുണമൊന്നും ആ പരിപാടി കൊണ്ട് ഞാൻ കണ്ടില്ല. ജനറലി സരിഗമ പരിപാടിയാണ് ഏഷ്യാനെറ്റിൻ്റെ എനിക്കും ഭംഗിയായിട്ട് വന്നു. ആർക്കും എന്നോടുള്ള വൈരാഗ്യം കൊണ്ടൊന്നും ആയിരിക്കില്ല, എങ്ങനെയെങ്കിലും റേറ്റിംഗ് കിട്ടണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ചില പ്രൊഡ്യൂസർമാർ ചെയ്യുന്ന പരിപാടിയാകാം. അത് തന്നെ ഏഷ്യാനെറ്റ് പ്ലസിൽ കുറച്ച് ഹ്യൂമറസ് ടോക്ക് ഷോ എന്നുള്ള പരിപാടിയാണ് വേറെ ചെയ്തിരുന്ന ഒരു പരിപാടി. വലിയൊരു ഡെപ്തൊന്നും പരിപാടികൾക്കില്ലെങ്കിൽ തമ്മിൽ ഭേദമായിരുന്നു. ഒരു ഹരീഷ് എന്ന് പറഞ്ഞൊരു അവതാരകൻ ഒരു സൈഡിലുണ്ടായിരുന്നു, അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാനില്ല. അതേസമയം അതിൽ പലപ്പോഴും പങ്കെടുത്ത മിമിക്രിക്കാരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന ആളുകൾ ആരാണെന്നൊന്നും ഞാൻ ചോദിക്കാറില്ല. ആര് വന്നാലും നമുക്ക് കണക്കാന്ന്, എല്ലാവരിലും ദൈവത്തെ കണ്ടെത്തുന്നതുകൊണ്ട് ഞാൻ മിമിക്രിക്കാരായാലും ഒക്കെ ഇരുന്നോട്ടെ, അവർ നമ്മുടെ പരിപാടിയുടെ ഭാഗമായിക്കോട്ടെ. കാരണം അവർക്കും തന്നെ അവരെപ്പോഴും പ്രൊഡ്യൂസറുടെ കൈയും കാലും പിടിച്ചിട്ടാണ് അത്രയും വരുന്നത്. പ്രൊഡ്യൂസറിനോട് പറയും, അവരെ ഇപ്പം എൻ്റെ പ്രോഗ്രാം ആകുമ്പോൾ അറിയാലോ 10-20 ലക്ഷം ആൾക്കാർ കാണും, അപ്പോൾ അവരുടെ മുഖമൊന്ന് 10 ആൾ കാണുന്നു എന്നൊക്കെ കരുതിയിട്ടാണ് ഓരോ മിമിക്രിക്കാർ വരുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ അവരോട് പറയും, നിങ്ങൾ മാക്സിമം സന്തോഷ് പണ്ഡിറ്റിനെ ഒന്ന് ഇതാക്കണം, ദേഷ്യം പിടിച്ചാൽ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ ഡയലോഗൊക്കെ പറയും എന്ന് പറയും. അപ്പം ഞാനെപ്പോഴും പറയാറുണ്ട് ഹറാസ്മെൻറ്റ് പരിപാടി വേണ്ട. പക്ഷെ അവർ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതാണ് വേണ്ടത്, ഹറാസ്മെൻ്റ് ആണ് ആവശ്യം, അങ്ങനത്തെ ചീത്തയും തെറിയാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ എനിക്കതിൽ ഞാൻ വിയോജിക്കാറുണ്ട്. അപ്പോൾ എന്നോട് പറയും ഈ പരിപാടിയിൽ അവരൊന്നും പറയില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവതാരകനെ പോലും തന്തയ്ക്ക് വിളിച്ചു എന്ന് പറയും. അപ്പോൾ കഴിയുന്നതും അവതാരകനെ വരെ തന്തയ്ക്ക് വിളിച്ചു എന്നാണ് അവർ പറയാറ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ ഭംഗിയായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ വടവടക്കുന്നേ മറ്റേന്നൊക്കെ പറഞ്ഞാൽ ഇവരെ സ്ഥിരം തുടങ്ങും. ഞാൻ പലപ്പോഴും കടിച്ചു പിടിക്കാറുണ്ട് കേട്ടോ, കഴിയുന്ന തന്തയ്ക്ക് വിളിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചു. ഒരു പരിപാടിക്ക് അങ്ങനെ വിളിക്കാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറയാം, വൈകുന്നേരം വരെ പരിപാടി തുറന്നു, പരിപാടി തീരുന്നില്ല, 6 മണിക്കൂറിൻ്റെ പരിപാടിയാണ്. അവസാനം രക്ഷയില്ലാതെ അവതാരകനെ തന്തയ്ക്ക് വിളിച്ചു, വെരി ഹാപ്പി, ശരി പരിപാടി കഴിഞ്ഞു. പിന്നെ അവർ പറയും ഇനി സന്തോഷ് പണ്ഡിറ്റ് ഡാൻസ് ചെയ്യും, നിങ്ങൾ കൂടെ ഡാൻസ് ചെയ്യണം, ഈ മിമിക്രിക്കാരും ഡാൻസ് ചെയ്യും. അതിനുശേഷം എൻ്റെ കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കുറേ ഫോട്ടോസ് എടുക്കും, എന്നോട് ചാൻസ് ചോദിക്കും. ഇതാണ് നടക്കുന്നത്. പലപ്പോഴും പരിപാടിക്കിടയിൽ അവർ ചോദിച്ചൊരു ചോദ്യം, ഇതൊക്കെ ആർക്കും ചെയ്യണം. ഞാൻ പറയുന്നത് നീ ചെയ്ത് കാണിക്കണം. അപ്പം അല്ല, അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവില്ല, കാരണം മറ്റുള്ള നടന്മാരെ അനുകരിക്കുക എന്നല്ലാതെ സ്വന്തമായിട്ടുള്ളൊരു കഴിവില്ല. അപ്പോഴേ ഞാൻ അവരോടൊക്കെ ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷ് പണ്ഡിറ്റ് അടക്കം ഇപ്പോൾ എന്നെയൊക്കെ അനുകരിക്കുന്നതുകൊണ്ട് മാത്രമാണ് പല മിമിക്രിക്കാർ ജീവിച്ചു പോകുന്നത്. കാരണം ഓരോ സ്റ്റേജിന് 1000 രൂപ 1500 രൂപ കിട്ടും, അതുകൊണ്ടാണ് ഭാര്യയ്ക്കും മക്കൾക്ക് കഞ്ഞി വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതൊരു തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവനവൻ്റേതായ ഒരു ക്വാളിറ്റി വേണം. ചിന്തിച്ച് നോക്കാം, ഇവരിപ്പോൾ ഒരു പരിപാടിയിൽ അവതരിപ്പിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റിനെ അനുകരിക്കുമ്പോൾ സന്തോഷ് പണ്ഡിറ്റിനാണ് കൈയടി കിട്ടുന്നത്, നിങ്ങൾക്കല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം, അത് ഇവർക്ക് ചെയ്യാൻ പറ്റും. ഇവരെ ഏതെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും നടനെ അനുകരിച്ച് ജീവിക്കും, ഓക്കെ ഫൈൻ. അപ്പോൾ ഈ മിമിക്രിക്കാർ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന ചോദ്യം, എല്ലാവരും ഇല്ല കേട്ടോ, ചില ആളുകളൊക്കെ വളരെ ഡീസൻ്റാണ്, ചിലർക്കാണ് ഈ അസൂയ. കാരണം ഞങ്ങൾ 18 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാനിവർക്ക് പലപ്പോഴും ഇവരെ ഉപദേശിക്കാറുണ്ട്, ഒന്നുകിൽ നിങ്ങളല്ലാത്ത നടന്മാരെ മാറ്റി നിർത്തി നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്കിറ്റ് ചെയ്യണം, അത് ഇവർക്ക് വയ്യാം. പിന്നെ ഞാൻ ഇവരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, 10 ആളുകളുണ്ടെങ്കിൽ 50,000 രൂപ 5 ലക്ഷത്തിൻ്റെ ചിലവേ ഒരു സിനിമയ്ക്ക് വരുന്നു, ബുദ്ധി ഉണ്ടെങ്കിൽ, തലയ്ക്കകത്ത് എന്തെങ്കിലും ആൾതാമസം ഉണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് വേണേൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത്, എല്ലാ നടന്മാരത്തും എല്ലാ സംവിധാനത്തിനും ചേട്ടാ ചേട്ടാ ഒരു ചാൻസ് തരും. കേരളത്തിൽ ഒരു സംവിധാനം ഇവർക്കൊരു അവസരം കൊടുക്കുന്നില്ല, ഇതാണ് പ്രശ്നം. അങ്ങനെയൊക്കെ ഇവരോട് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇവർക്ക് അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ അങ്ങനെ 5 ലക്ഷത്തിന് ഞങ്ങൾ സിനിമ ചെയ്യാൻ പോയാലും പ്രശ്നമാണ്, കാരണം ഞങ്ങൾക്ക് പാട്ട് എഴുതാനുള്ള കഴിവില്ല, സംഗീതം കൊടുക്കാനുള്ള കഴിവില്ല, ഏതെങ്കിലും നടനെ അല്ലാതെ സ്വന്തമായിട്ടൊരു കഥാപാത്രം ചെയ്യാനുള്ള കഴിവും പലർക്കും ഇല്ല. ഇതൊന്നും എൻ്റെ കുറ്റമല്ല, പിന്നെ സന്തോഷ് പണ്ഡിറ്റിനോട് അസുഖം ഒരു കാര്യമില്ല. അപ്പോൾ അവസാനം എനിക്കിത് മടുത്തിട്ട് എന്നോട് പലരും പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിക്ക് പോകുന്നത്, ഇത് ആളുകൾക്ക് ഈ കഥയൊന്നും അറിയില്ല, കാരണം ഇത് റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള റെഡിമെയ്ഡ് ഗെയിമാണെന്നുള്ളത്. റെഡിമെയ്ഡ് ഗെയിമിൽ ഞാൻ പങ്കെടുക്കാറില്ല, പക്ഷേ അവരങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്നെ പറഞ്ഞു. അവസാനം എന്ത് സംഭവിച്ചു വെച്ചാൽ, എന്നെ കഴിഞ്ഞ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു, അതെ മിമിക്രിക്കാരെ ഒഴിവാക്കും, ഞങ്ങൾ സാധനം അങ്ങനെ പറയാറില്ല, കാരണം നമുക്ക് ആരായാലും
അവരെ തലേന്ന് കാണുകയാണെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നോട് അയ്യോ സാർ അങ്ങനെ പറയരുത്, ഇപ്പം മിമിക്രിക്കാരൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഈ പരിപാടിക്കെല്ലാം വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൽക്കാറേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ബഹുമാനമാവാം, ഒരു മിനിമവും. വട്ടപൂജയായി നടക്കുന്നവൻ എന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. അങ്ങനെ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാനൊരു തീരുമാനം എടുത്തു, മിമിക്രിക്കാരുമായിട്ടുള്ള പ്രോഗ്രാം ഇല്ല, വേണം. അപ്പോൾ പല മിമിക്രിക്കാരും സന്തോഷ് സാറേ ഞങ്ങൾക്കൊരു ചാൻസ് അല്ലെങ്കിൽ സന്തോഷ് സാറിന് സംസാരിക്കുന്നത് കാണാൻ, ഒരു ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിക്കാൻ, കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ. ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല, 100-ൽ 1 വിഷമെങ്കിലും ആ വിഷം കാരണം മറ്റുള്ളവർക്ക് നഷ്ടപ്പെടാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പല മിമിക്രിക്കാർക്കും എന്നെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു അവസരം അവർക്ക് മിസ്സാവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു സമയത്ത്, നിങ്ങൾ എപ്പോഴും ഈ വരുന്ന എല്ലാവരോട് പറയാറുണ്ട് ഞങ്ങൾ 18 വർഷമായി 20 വർഷമായി ഞങ്ങൾ വട്ടപൂജ്യമായി ജീവിക്കുന്നു, ഒരുത്തം പോലും ഞങ്ങൾക്ക് ചാൻസ് ഒന്നുമില്ല, നിങ്ങൾ എങ്ങനെയാണ് നായകനെ അഭിനയിക്കുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നോട് പ്രൊഡ്യൂസർ പറയാം, അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ എതിർക്കുന്ന, സന്തോഷ് പണ്ഡിറ്റിനെ കണ്ട് പേടിച്ച് പറിക്കുന്ന ആരാണ്? 20 വർഷം 22 വർഷമൊക്കെ പല സംവിധായകരുടെയും കൂടെ നിന്ന് ഒരിക്കലും സ്വന്തമായിട്ടൊരു സിനിമ എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതേപോലെ മിമിക്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കലയിൽ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ പാടുന്നു, അല്ലെങ്കിൽ നമ്മൾ പാട്ടെഴുതുന്നു, സംഗീതം ചെയ്യുന്നു. 20-22 കൊല്ലമായി പലർക്കും വേണ്ടി ചെയ്യുന്നു, പലരുടെയും ചീത്തയും തെറിയും കെട്ടി ജീവിക്കുന്നു. പക്ഷെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ അവർ കഴിവുണ്ട്, പക്ഷെ അവർക്കൊരു അവസരം കിട്ടുന്നില്ല. സ്വന്തമായിട്ട് സ്വന്തം പൈസയ്ക്ക് ചെയ്യാനുള്ളൊരു മനസ്സവസ്ഥ അവർക്കില്ല. അത് ആരാൻ്റെ പൈസയ്ക്ക് ഇവർ പരീക്ഷിക്കൂ. കാരണം സ്വന്തം കഴിവിൽ ഇവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇവർ പൈസ മുടക്കിയാൽ ആ പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിലും അപ്പോൾ ഇവർക്ക് ഇവരെ കഴിവിൽ അത്രയും വിശ്വാസമില്ല. അപ്പോൾ വേറെ ആരെങ്കിലും റിസ്ക് എടുത്തിട്ട് ഇവരെ പരിപാടിക്ക് കയറ്റണം. അപ്പോൾ അങ്ങനെ ഇവർക്ക് ലോകത്തൊരുത്തന്നെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇവർക്ക് അസൂയ ഉണ്ടാവും. ഈ അസൂയയാണ് ഞങ്ങൾ ഭംഗിയായി വിറ്റ് വില മാറുന്നത്. അപ്പോൾ അങ്ങനെ അസൂയ കൊണ്ട് ഇവരെന്തെങ്കിലും പറയുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ടെന്ന്. അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഇപ്പോൾ പലപ്പോഴും ഞങ്ങൾ കോളേജ് കുട്ടികളെയാണ് ഒരു സൈഡിൽ കൂടുതൽ. കോളേജ് കുട്ടികളാകുമ്പോഴൊരു ഗുണവശം, അവരെന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം, പക്ഷെ അവർക്ക് അസൂയയില്ല. അസൂയയില്ലെങ്കിലുള്ള ഗുണവശം ഇതേപോലുള്ള കുറേ ഹറാസ്മെൻറ്റ് ജോലികൾ എനിക്ക് ഒഴിവാക്കും. വളരെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത്. അപ്പോൾ എനിക്ക് അതിലൊരു സുഖം ഫീൽ ചെയ്യാറ്. ജഗദീഷും കൽപ്പനയും അനൂപ് ചന്ദ്രനും ജഡ്ജസായ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർ എന്ന പരിപാടിയിൽ ഒരു സ്കിറ്റിലെ ഗസ്റ്റ് ആർട്ടിസ്റ്റായി അങ്ങയെ ക്ഷണിക്കുകയുണ്ടായി. മനോഹരമായ ആ സ്കിറ്റ് അവതരിപ്പിക്കുന്നതിനിടെ അങ്ങയെ കണക്കറ്റ് അവഹേളിക്കുന്നതായി ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതൊരു നാടകമായിരുന്നോ അതോ ആസൂത്രിതമായ ഒരു വ്യക്തിഹത്യയായിരുന്നോ? തീർച്ചയായിട്ടും ജഗദീഷ് സാറും അതേപോലെ അനൂപ് ചന്ദ്രനും കൽപ്പന മേഡും പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഞാൻ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടത്. കൽപ്പന മേഡം വളരെ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയത്. അവിടെ ഒരു ഡ്രാമ അതിൻ്റെ പാർട്ടിസിപ്പൻസ് കളിക്കുകയും അതിനോട് യോജിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കൽപ്പന മേഡത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നാണ് എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ മനസ്സിലായത്. അതേസമയം അനൂപ് ചന്ദ്രനും ജഗദീഷ് സാറിനും ഇതിലെന്തോ ഒരു പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം യഥാർത്ഥത്തിൽ സംഭവിച്ചിങ്ങനെയാണ്, ഞങ്ങളൊരു കറക്റ്റായിട്ടുള്ള ഒരു പ്ലേ ഞാനും പാർട്ടിസിപ്പൻസും കൂടെ കാഴ്ചവെക്കുന്നു. അതേസമയം അതിലൊരു ചെറിയൊരു ഡ്രാമ അവർ കളിക്കുകയും പിന്നീട് അതൊരു ഞങ്ങൾ തമാശയ്ക്ക് ഡ്രാമ കളിച്ചു തന്നു. അത് എന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ശരിക്കും ഈ സംഭവത്തിൽ ഈ 2 നടന്മാർക്കും പങ്കില്ലായിരുന്നുവെങ്കിൽ അവർ ആ കണ്ടസ്റ്റൻസിനെ അവിടെ പുറത്താക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ മാർക്ക് വളരെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ എൻ്റെ ഒരു ഗ്രൂപ്പിനോടൊപ്പം ഒരു സ്കിറ്റ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. എനിക്ക് ആ ഗ്രൂപ്പിന് മുൻകാല പരിചയമൊന്നുമില്ല. അപ്പം ഞാനത് കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ അവർ വെറുതെ ഒരു ഗെയിം കളിക്കുകയും ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഗസ്റ്റിനോട് അങ്ങനെ ഇത്രയും മോശമായിട്ട് ബിഹേവിയർ നടത്തുമ്പോൾ ഈ അനൂപ് ചന്ദ്രനും അതേപോലെ ജഗദീഷ് സാറിനും എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അവരിവരുടെ മാർക്ക് കുറയ്ക്കാമായിരുന്നു, അവരെ അതിൽ തന്നെ കണ്ടസ്റ്റൻസിനെ സസ്പെൻഡ് ചെയ്യാമായിരുന്നു, ശക്തമായ താക്കീത് കൊടുക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അവർ കൈയടിക്കുകയോ വളരെ നന്നായി ഫണ്ടാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാക്സിമം മാർക്ക് കൊടുക്കുന്നൊരു കാഴ്ചയാണ്. അതൊരിക്കലും ശരിയല്ല. അപ്പോൾ എങ്കിൽ അവർക്ക് കൂടി റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഒരു തരംതാണ പരിപാടി ചെയ്തതായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അവർക്ക് അതിൽ പങ്കുള്ള എൻ്റെ അടുത്തുള്ള തെളിവൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒറ്റ കാര്യത്തിൽ എൻ്റെ തെളിവുള്ളൂ, അവരോട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അത് ഇനി ചാനലിൻ്റെ പ്രൊഡ്യൂസറുടെ അറിവോട് കൂടിയിട്ടായാലും അധികം ഞാൻ മനസ്സിലാക്കുന്നു ഈ മൂന്നാംകിട പരിപാടിയും തറപ്പരിപാടികളെല്ലാം ഈ ചാനൽ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ചാനലിൻ്റെ ഭാഗത്ത് ഒരു തെറ്റ്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളുകൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ഇവരോട് പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറും അവതാരകനായി വരുന്നവരും ഈ അവതാരകന്മാരാണ് കൂടുതലും
തറപ്പരിപാടികളിലേക്ക് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ മ്യൂസിക് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വേറൊരു പരിപാടിക്ക് ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് പൈസ കൊണ്ട് കൊടുക്കുമെന്നോ അപ്പോൾ എഡിറ്റർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുന്നോ അവർ കരുതുന്നുണ്ടാവും. അപ്പോൾ സ്ട്രേറ്റ് ചോദിക്കാതെ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്ക് ചിലപ്പോൾ എനിക്കൊരു പേടി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അവതാരകനെ പൈസ കൊടുത്താൽ നമ്മൾ പറയുന്നത് കൂടുതലിടും. അവതാരകൻ പറയൂ സാർ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ നിങ്ങളിപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിമിനൽ ആണെങ്കിലും പറയൂ സാർ എന്താണ് സാർ എന്ന് ചോദിക്കും. പൈസ കൊടുത്തില്ല, നിങ്ങൾ മഹാത്മാഗാന്ധിൻ്റെ റേഞ്ച് ഉണ്ടെങ്കിൽ നീ എങ്ങനെ സോഷ്യൽ സർവീസൊക്കെ ചെയ്യുക എന്നൊക്കെ ചോദിക്കും. അതേപോലെ എഡിറ്റർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ ആവാം. ചിലപ്പോൾ അതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നതാവാം. ഇപ്പം ചില സ്ഥലങ്ങളിലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു 500 രൂപ കൊടുത്താൽ അയാൾ വന്ന് ചെയ്തു തരും, അല്ലെങ്കിൽ ചെയ്തു തരില്ല, നമ്മളെ 10 പ്രാവശ്യം നടത്തിക്കും. അയാൾ പൈസ ചോദിക്കുന്നില്ല, പുറമേ പൈസ ചോദിച്ചില്ല, പക്ഷെ പൈസ കൊടുത്താലേ കാര്യം നടക്കുകയുള്ളൂ. ഇങ്ങനെ ചില ഓഫീസുകളിലൊക്കെ നടക്കുന്നതിൻ്റെ വേറൊരു രൂപമാണ് ഈ നടക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒന്നുമല്ലെങ്കിൽ എന്തിനാണ് സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയാണെങ്കിൽ ഗസ്റ്റ് ഈസ് ഗോ. ഒരു ഗസ്റ്റിനെ ദൈവമായി കാണാനുള്ള മനസ്സ്, ദൈവം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണാനുള്ള അവസ്ഥ എന്തുകൊണ്ട് ഇവർക്കില്ല? അതിഥി ദേവോഭവ എന്നാണല്ലോ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. മലയാളി ഹൗസിൽ അങ്ങേയറ്റം നാണം കെട്ട് ജീവിച്ച മലയാളി ഹൗസിൻ്റെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ, തനിക്ക് ബ്രഹ്മാണ്ടത്തോളം വിവരമുണ്ട് എന്ന് സ്വയം അഹങ്കരിക്കുന്ന GS പ്രദീപിൻ്റെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന അശ്വമേധത്തിൽ അങ്ങേക്ക് പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. എന്നെ പരിചയമുള്ള പല ആളുകളും ഈ കേരളയിലെ അശ്വമേധം പരിപാടി പങ്കെടുത്തതിന് ശേഷം പല ആളുകളും എന്നോട് ചോദിച്ചു, എൻ്റെ ഫാൻസാരൊക്കെ ചോദിച്ചു, സന്തോഷ് സാർ എന്തിനാണ് ഈ പരിപാടിക്ക് പോയത് എന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഫസ്റ്റ് എന്നെ അവർ ആ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയിരുന്നില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാച്ചാൽ അതൊരു ചാനലിൻ്റെ, നമുക്ക് കൈരളി ചാനലായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ അവർ വിളിക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പരിപാടീൻ്റെ നേതൃത്വം അത് അവതാരനെ കുറിച്ചൊന്നും ഞാൻ വേറെ ഒന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ഹറാസ്മെൻറ്റ് ചോദ്യങ്ങളെല്ലാം നമുക്ക് നേരിടേണ്ടി വന്നു. അല്ലെങ്കിൽ അനാവശ്യമാണ്. കാരണം ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഈ മിമിക്രിക്കാർ ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ഒഴിവാക്കാറ്, നമുക്ക് എന്തിനാണ്? പക്ഷെ ഞാൻ ആ കൈരളി ചാനലിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പോയതാണ്. പരിപാടി കണ്ടപ്പോൾ എനിക്ക് തോന്നി പോയേണ്ടിരുന്നില്ല എന്ന് തോന്നി. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. ചില പരിപാടികൾ നമുക്ക് ഇതേപോലെ, കാരണം അവരെന്നെ വിളിക്കുന്ന ഒരു റേറ്റിങ്ങിന് വേണ്ടി മാത്രമാണ്. കാരണം റേറ്റിംഗ് കുറഞ്ഞ ഏത് പരിപാടിക്കാണ് പലപ്പോഴും എന്നെ കൂടുതൽ വിളിക്കുന്നത്. സന്തോഷ് സാർ വന്നാൽ രക്ഷപ്പെടും. കാരണം സന്തോഷ് പണ്ഡിറ്റിൻ്റെ മാത്രമുള്ളൊരു ഗുണമാണ് ആരാധകരും വിമർശകരും ഒരുപോലെ ആ പരിപാടി കാണും. അപ്പോൾ തങ്ങളുടെ പരിപാടിക്ക് റേറ്റിംഗ് കിട്ടാൻ അതുപോലെ ഇൻ്റർനെറ്റിൽ എല്ലാവരും കാണും. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അശ്വമേധത്തിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡൊക്കെ വെറും 2000-3000 ആൾക്കാർ കാണുമ്പോൾ എൻ്റെ പ്രോഗ്രാം 1 ലക്ഷം ആളുകളോടെ കാണും. അതാണ് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം. അതിനുവേണ്ടി ആണ് അവരെന്നെ വിളിച്ചിരിക്കുന്നത്. കഴിയുന്നു പോകാതിരിക്കാമായിരുന്നു, പക്ഷേ പ്രശ്നമൊന്നുമില്ല. പരിപാടി എന്തോ ആവട്ടെ. അപ്പോൾ ഞാൻ കാരണം ഒരു എപ്പിസോഡിനെങ്കിലും ഇൻ്റർനെറ്റിൽ ഹിറ്റായി കിട്ടി 10 മനുഷ്യന്മാരും കണ്ടു എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൽ ഹറാസ്മെൻറ്റ് എനിക്ക് വേദന ഉണ്ടാക്കി. പക്ഷെ നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റും. ആ ഷോക്കിടെ അങ്ങക്ക് 25,000 രൂപയുടെ ഒരു ക്യാഷ് പ്രൈസും റിസോർട്ടിൽ താമസിക്കുവാനുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചറും മറ്റും സമ്മാനിക്കുന്നതായി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. സത്യത്തിൽ അതെല്ലാം അങ്ങക്ക് കിട്ടിയോ അതോ അവർ പറ്റിച്ചോ? പരിപാടിയുടെ ഭാഗമായിട്ട് എനിക്കൊരു 25,000 രൂപ ഒരു വൗച്ചറൊക്കെ തന്നിരുന്നു. അത് ഇന്നത്തെ ദിവസം ഇപ്പോൾ ഡിസംബർ 26, 2014 ഈ ദിവസം വരെ, ഈ പറയുന്ന സമയം വരെ എനിക്ക് പൈസയോ വൗച്ചറോ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ എത്രയും പെട്ടെന്ന് അവർ തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവസാനമായി ചാനലിൽ വന്ന അങ്ങയുടെ രസകരമായ ഒരു പരിപാടിയാണ് ഇതാണ് ഞമ്മ പറഞ്ഞ നടൻ എന്നുള്ളത്. അങ്ങയുടെ സിനിമകളിലെ 5 ഡയലോഗുകൾ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ പരിപാടിയെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയുവാനുള്ളത്? ഇപ്പോൾ അവസാനമായി ഞാൻ പങ്കെടുത്തത് ഇപ്പോൾ സൂര്യ TV-യുടെ ഇതാണ് ഞമ്മ പറഞ്ഞ നടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അതിലാണ് ഞാൻ പങ്കെടുത്തിരിക്കുന്നത്. അതിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടത്തിയിരുന്നത്. അവിടുത്തെ ഓൾമോസ്റ്റ് കുട്ടികളുമോട് ഞാൻ എൻ്റെ സിനിമയിൽ പറഞ്ഞ 1-2 ഡയലോഗ് അവരെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരം ആ ഒരു പരിപാടിയുടെ ഒരു ഗുണവശം, നമുക്കിപ്പോൾ പലപ്പോഴും പലരും അയാൾ അഭിനയം പോരാ, അയാൾ എക്സ്പ്രഷൻ പോരാ, അവൾ അത് പോരാ, ഇത് പോരാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. നമ്മൾ ഭയങ്കര സംഭവമാണ്, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഞാൻ ഭയങ്കര സംഭവമാണ്, 4 സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ആളുകൾ പോലും എത്രയോ മോശമായിട്ടാണ് അതിൽ പെർഫോമൻസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വീഴാനായിപ്പോയി. പലർക്കും അരമണിക്കൂറൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ള ഡയലോഗാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾ അതിൻ്റെ അവസാനം അവർ പറയുമ്പോൾ മാത്രമേ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിന്ന് ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ അത്ര എളുപ്പമല്ല ഒരു ഡയലോഗ്
നന്നായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതേസമയം അതിൻ്റെ എഡിറ്ററും പതിവ് പോലെ തന്നെ ചില ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്. എഡിറ്റർക്ക് ഞാൻ കൈക്കൂലിയൊന്നും കൊടുത്തില്ല, അത് ചോദിച്ചിട്ടില്ല, വേറെ വിഷയം. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഒന്നുകിൽ എനിക്ക് ചെയ്യാവുന്ന, ഒന്നുകിൽ തീരെ ചാനൽ പ്രോഗ്രാംസിനൊന്നും പോകാതിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി കൈക്കൂലിയുടെ പ്രശ്നമാണോ എന്നുള്ള ഒന്നും കൂടെ ഡീറ്റെയിലായിട്ട് പഠിച്ചിട്ട് കൈക്കൂലി കൊടുത്തിട്ട് ഞാൻ പോകേണ്ടത്. എന്നാലും ഇപ്പോൾ എനിക്ക് അതിനൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന കാര്യം ഒന്നേ ഉള്ളൂ, കുറേ കൂടി കഴിയുന്നതും കുറേയേറെ ഈ തരംതാണ പരിപാടിക്ക് പോകാതിരിക്കുക. പിന്നെ പലപ്പോഴും ചാനലുമായിട്ടുള്ള ബന്ധത്തിന് പുറത്താണ് പല പരിപാടിക്കും പോകുന്നത്. കഴിയുന്നതും തറപ്പരിപാടികൾക്ക് പോകാതിരിക്കുക. സമൂഹത്തിന് എന്തെങ്കിലും ചെറിയ കുഞ്ഞു മെസ്സേജെങ്കിലും കൊടുക്കുന്ന പരിപാടികൾക്ക് പോകുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാവുന്നത്. വാനോളം വളരുമ്പോഴും എണ്ണിയാ തീരാത്ത വിമർശനങ്ങളാണ് അങ്ങയെ പിന്തുടരുന്നത്. ഈ വിമർശനങ്ങളോട് അങ്ങക്ക് എന്താണ് പറയുവാനുള്ളത്? ഞാൻ വിമർശകരെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്, ഇഫ് യു വാണ്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് ഇന്ത്യ വി വാണ്ട് എനിമീസ്. നമുക്ക് വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം, വിജയിക്കാൻ ശത്രുക്കൾ വേണം. പിന്നെ വിമർശകരെ പ്രകാരം എന്ന് വിചാരിച്ചു ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു നായ ഉണ്ടെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരനാവാം, നായയ്ക്ക് അത് അറിയില്ലല്ലോ. നായ ഭയങ്കരമായിട്ട് കുറയ്ക്കും, ബാബു ബാബു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഈ കൂട്ടുകാരൻ രണ്ടാമത്തെ ദിവസം വന്നു. അപ്പോൾ എന്ത് ചെയ്യും? നായ ബാബു ബാബു അത്ര സ്ട്രെങ്ത് ഇല്ല ആ കുരയ്ക്ക്. മൂന്നാമത്തെ ദിവസം വന്നു. അപ്പോൾ നായ എന്ത് ചെയ്യും? ഇങ്ങനെയാവും. നാലാമത്തെ ദിവസം നായ മൈൻഡ് ചെയ്യില്ല. ഇതേപോലെ കൃഷ്ണൻ്റെ ആദ്യം വന്നു, കുറേ നായ്ക്കൾ ഭയങ്കരമായി കുറച്ചു. വിമർശകർ നായ്ക്കളാന്നല്ല പറഞ്ഞത്, നായ്ക്കളെ സ്വഭാവമാണ് കാണിക്കുന്നവിടെ. അപ്പോൾ അവർ വിചാരിച്ച് ഇയാൾ അടിച്ചു ഒതുക്കണം, കാരണം ഇയാൾ ഇങ്ങനെ ലോ കോസ്റ്റിലൊക്കെ സിനിമ എടുക്കുന്നു, ഇയാൾ ക്യാമറ വെച്ച് എല്ലാം ചെയ്യുന്നു, ഇൻ്റർനെറ്റിൽ സൂപ്പർ ഹിറ്റ് ആകുന്നു, ഇയാൾ പുതിയ പുതിയ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സംഭവം. രണ്ടാമത്തെ സിനിമ വന്നപ്പോഴും ചെറുതായിട്ട് കുറച്ചു. മൂന്നാമത്തെ എത്തിയപ്പോൾ പിന്നെ കുറേയൊക്കെ കുറഞ്ഞു. ഇപ്പോൾ നാലാമത്തെ കാളിദാസൻ കവിത റിലീസേ ഇപ്പോൾ വളരെ കുറഞ്ഞു. അത് ഇനിയും ഞാൻ പറഞ്ഞ 5-6 എത്തുമ്പോഴേക്കും, കാരണം അടിച്ചൊതുക്കിയാൽ ഒതുങ്ങൂലാന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ഇതിലും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്നെ വിമർശിക്കുന്നവരുടെ മൊത്തമുള്ള പ്രശ്നം ഈ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇവരുടെ ഒന്നും ഞാൻ സന്തോഷം വേണ്ടിയിട്ട് 6ാമത്തെ സിനിമ, ഇപ്പോൾ 5ാമത്തെ സിനിമയാണ് നീലിമ നല്ല കുട്ടിയാണ്, 6ാമത്തെ ടിൻറ്റുമോൻ എന്ന പോലീസ്. ഈ 2 സിനിമ 2015 ഇറങ്ങി. ഞാൻ 6 സിനിമ ചെയ്തപ്പോൾ എന്നെ സിനിമ പഠിപ്പിച്ച 100 ദിവസം എങ്ങനെ സിനിമ എടുക്കണമെന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു മഹാന്റെ എത്ര സിനിമ ഇറങ്ങി? ഏത് സിനിമയാണ് 100 ഓടിയത്? അപ്പോൾ എന്താണ് വ്യത്യാസം? എനിക്ക് പല കാര്യങ്ങളും ഞാൻ എവിടെയെങ്കിലും ചെറിയ തെറ്റുകൾ വരുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ ഇവരെ കാര്യം എന്താണ്? എൻ്റെ വിമർശകരുടെ സിനിമ അവർക്ക് വിവരമുണ്ട്, ആത്മാർത്ഥമില്ല, ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥമില്ല. അതുകൊണ്ടാണ് ഇവരുടെ സിനിമകൾ പരാജയപ്പെടും. 200-ൽ 5-6 സിനിമകളാണ് പരാജയം, ആകെയല്ല വിജയിക്കുന്നത്. ബാക്കി എല്ലാ സിനിമകളും പരാജയപ്പെടും. ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥം, അവനവൻ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥം കാണിച്ചു. കാരണം അത് പുതുതായി വരുന്ന ആളുകളെ വെട്ടിച്ച് പറിച്ച് അവൻ ഹിറ്റായില്ലോ ഇവൻ ഹിറ്റായില്ലോ എന്ന് വെച്ചാൽ ഒന്നാമത് വിദ്യാഭ്യാസം കുറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, ഒരു മാസ്റ്റർ ഡിഗ്രി വിദ്യാഭ്യാസത്തിനുള്ള ആളുകൾ വളരെ കുറവാണ്. ഇതൊക്കെ ആവാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി ശ്രദ്ധിച്ചു ചെയ്യും. നിങ്ങളുടെ സിനിമകൾ വിജയിപ്പിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരെ നശിപ്പിക്കാനും അവരെ സിനിമകൾ പരാജയപ്പെടുത്താനും ഗൂവി ഒളിപ്പിക്കാനും ഇതൊക്കെ ചെയ്യുന്നത് സ്വന്തം സിനിമകൾ വിജയിപ്പിക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും സന്തോഷ് പണ്ഡിറ്റ് ഷോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. എൻ്റെ ഇമെയിൽ ഐ ഡി ഇതാണ്, carnival5555@gmail.com, carnival5555@gmail.com. അടുത്ത ആഴ്ച ഒരു കിഡിലൻ സബ്ജക്റ്റുമായി വീണ്ടും സന്തോഷ് പണ്ഡിറ്റ് ഷോ വീണ്ടും കാണാം. നമസ്കാരം. അടുത്ത ആഴ്ച ഒരു കിഡിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്.